ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും മൗനിയായിരിക്കുന്നൊരു വ്യക്തിയാണ് നവ്യ നായർ. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വാചാലയാകുന്ന ഒരു മരുമകൾ കൂടിയാണ് നവ്യ. എന്നാൽ ഇന്നത്തെ ദിവസം നവ്യയ്ക്ക് കടന്നു പോകാൻ വളരെയധികം പ്രയാസമായിരിക്കും എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. നവ്യയുടെ ഭർത്തൃമാതാവ്, അതായത് നവ്യയുടെ ഭർത്താവ് സന്തോഷിൻ്റെ മാതാവ് അന്തരിച്ചു എന്ന വാർത്തയാണ് നവ്യ തന്നെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ ആ വിളക്കും എൻ്റെ മുന്നിൽ അണഞ്ഞിരിക്കുകയാണ്. എന്നും ഏതിനും ധൈര്യമായിരുന്നു ഈ അമ്മ. മരുമകളായിട്ട് എന്നെ കണ്ടിട്ടേയില്ല, മകളായി സ്നേഹിച്ച അമ്മയാണിത്. എല്ലാ സങ്കടങ്ങളിലും മക്കൾ വിഷമിക്കേണ്ട, അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൂടിയുണ്ടാവും എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയ അമ്മ ആഗ്രഹിച്ചതുപോലെ ഇതുവരെ എല്ലാം ചെയ്തു. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ നഷ്ടങ്ങൾ ഞാൻ സഹിച്ചു. എൻ്റെ നൃത്തം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മ അവസാനമായി മാതക്കി ഫെസ്റ്റിവലിന് വന്ന എൻ്റെ കച്ചേരി മുഴുവൻ കണ്ടു. 2 മണിക്കൂർ നൃത്തം ചെയ്ത് എന്ന അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞു. മക്കളെ, ആ വിളി കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നു. മക്കളുടെ വിളക്ക് ഒരു കാലത്തും കെടില്ല, അമ്മയാ പറയുന്നത്. ഇതായിരുന്നു അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം. നിത്യശാന്തി നേരുന്നു എന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറിച്ച കുറിപ്പിൻ്റെ ഏറ്റവും അവസാനം നവ്യ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലായിരിക്കും ഇന്ന് എല്ലാ ക്രിമേഷൻ പരിപാടികളും നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ വാർത്തകൾക്ക് വേണ്ടിയാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. സന്തോഷിൻ്റെ അമ്മയായിട്ട് പോലും സന്തോഷും നവ്യയും തമ്മിൽ ചെറിയ പിണക്കമുണ്ടെങ്കിൽ പോലും അതൊന്നും നോക്കാതെ വകവയ്ക്കാതെയായിരുന്നു നവ്യയുടെ നൃത്തം കാണാനായി അമ്മ എത്തിയത്. അന്ന് അത് വാർത്തകളിൽ ഇടം പിടിച്ച ഒന്ന് തന്നെയായിരുന്നു. സന്തോഷമായി അകലത്തിലാണെങ്കിലും അമ്മയെ കാണാനും കെട്ടിപ്പിടിക്കാനും അമ്മയ്ക്ക് ഓണസമ്മാനങ്ങൾ നൽകാനും ഒക്കെ നവ്യ ഓടിയെത്താറുണ്ടായിരുന്നു. സന്തോഷവുമായി ബന്ധപ്പെട്ട പല വാർത്തകൾക്കും പ്രതികരിക്കാത്തതും അതെല്ലാം സഹിച്ചു മുന്നോട്ട് പോയതും അമ്മയുടെ സ്നേഹത്തിലാണ് എന്ന് നവ്യ പറയാതെ പറയുന്നുണ്ട്. തൻ്റെ മകന് വേണ്ടിയും ഈ അമ്മയുടെ സ്നേഹത്തിന് മുൻപിലുമാണ് ഞാൻ ഒരുപാട് അടിയറവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ ജീവിതത്തിലെ പല നഷ്ടങ്ങളോടും ഞാൻ പ്രതികരിക്കാത്തതും അങ്ങനെയെന്ന് നവ്യ കുറിപ്പിൽ എഴുതുമ്പോൾ ആ അമ്മ എന്തുമാത്രമായിരുന്നു നവ്യയെ സ്നേഹിച്ചതെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും ആ വാക്കുകൾ നിറഞ്ഞു തുളുമ്പുന്നതായി തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഒരമ്മയെ നഷ്ടപ്പെട്ട വേദന എങ്ങനെയാണ് എന്ന് നവ്യയ്ക്ക് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത് മനസ്സിലാകും. പ്രത്യേകിച്ച് നമ്മളെ മരുമകളല്ലാതെ മകളായി കണ്ട ആ അമ്മയുടെ വേദന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദന എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നുകൂടി പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.